കേരളത്തിലെ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടന ഇടപെട്ടു എന്ന വിവരം പണ്ടേ പുറത്തു വന്നതാണ്. അത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ അതേ ലക്ഷ്യത്തിനായി അന്നത്തെ കേന്ദ്ര സർക്കാരിനും അമേരിക്കൻ ചാരസംഘടനയ്ക്കുമൊപ്പം ബ്രിട്ടീഷ് ഇന്റലിജൻസും ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് ബ്രിട്ടീഷ് ചരിത്രകാരൻ പോൾ മഗ്ഗാർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതും പണ്ടേ സൂചനകൾ വന്നിട്ടുള്ള കാര്യമാണെങ്കിലും തെളിവ് രേഖകളുടെ പിൻബലത്തോടെ സ്ഥിരീകരണം വരുന്നത് ഇതാദ്യമാണ്. ആ നീക്കങ്ങൾക്ക് അന്നത്തെ കോൺഗ്രസ് സർക്കാരിൽ നിന്ന് ലഭിച്ച പിന്തുണയുടെ വിശദാംശങ്ങളും ബ്രിട്ടനിലെ ആർക്കൈവൽ രേഖകളെ ഉദ്ധരിച്ച് പോൾ മഗ്ഗാർ പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. മഗ്ഗാറിന്റെ പുസ്തകമായ സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യയിൽ ആർക്കൈവ്സ് രേഖകൾ സഹിതം ഇക്കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനായിരുന്നു EMS സർക്കാരിനെ അട്ടിമറിക്കാൻ ബ്രിട്ടനും ഇടപെട്ടത്? അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാർ അതിനെ പിന്തുണച്ചത് എങ്ങനെയാണ് നോക്കാം വിശദമായി. ആദ്യം RDX റാം. ബ്രിട്ടീഷ് F-35B ഫൈറ്റർ വിമാനം തിരുവനന്തപുരത്ത് കുടുങ്ങിപ്പോയത് വലിയ വാർത്തയായി മാറിയതിനെ ഉദ്ധരിച്ച് പോൾ മഗ്ഗാർ എഴുതി. ബ്രിട്ടനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും അത് മറച്ചുപിടിക്കാൻ മൗനം പാലിച്ചു. കേരളത്തിലെ ബ്രിട്ടീഷ് സാന്നിധ്യം മറയ്ക്കാൻ ബ്രിട്ടനും ഇന്ത്യയും ഒന്നിച്ചു നിന്ന ആദ്യ സംഭവമല്ല ഇത്. 1957 ലോകത്താദ്യമായി വോട്ടിങ്ങിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വിജയിച്ചപ്പോൾ ബ്രിട്ടീഷ് US സർക്കാരുകളിൽ ഞെട്ടലും നിരാശയും ഉണ്ടായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ബാലറ്റ് വഴി പിടിച്ചെടുത്ത വിജയം ഇല്ലാതാക്കാൻ US ആഗ്രഹിച്ചു. അതിനായി CIA രഹസ്യ നീക്കം തുടങ്ങി. 1957 59 ഇടയിൽ കോൺഗ്രസ് നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പണം നൽകി കേരളത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കാൻ ബ്രിട്ടൻ നടത്തിയ സമാന്തര രഹസ്യ ഓപ്പറേഷനെ പറ്റി പോൾ മഗ്ഗാർ വിശദമായി പറയുന്നു. ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഓഫീസിന്റെ ഭാഗമായ ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം നാഷണൽ ആർക്കൈവ്സ് രേഖകൾ വെച്ചാണ് പോളിന്റെ കണ്ടെത്തലുകൾ. അന്നത്തെ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയും കേന്ദ്ര സർക്കാരും ഇതിനായി ബ്രിട്ടൻ നൽകിയ പിന്തുണയെപ്പറ്റിയും പോൾ മഗ്ഗാർ വിശദീകരിക്കുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ആയിരത്തി 1957 CIA ചാരപ്പണി. 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിജയം അമേരിക്കയെയും ബ്രിട്ടനെയും ഞെട്ടിച്ചു. ശീതയുദ്ധം ഉച്ചസ്ഥായിലായിരിക്കെ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് വിജയം അവരെ അമ്പരപ്പിച്ചു. CPI സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് പദ്ധതിയില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കി. പ്രസിഡന്റ് ഐസൻഹോവർ കേരളത്തിലെ ഭരണം തകർക്കാൻ CIAക്ക് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലെ പ്രധാന കോൺഗ്രസ് നേതാവ് SK പാട്ടീലിന് ഉൾപ്പെടെ പണം കൊടുത്തു. 1957 മുതൽ 59 വരെ ഇന്ത്യയിലെ നിരവധി പ്രധാന കോൺഗ്രസ് നേതാക്കൾക്ക് രഹസ്യമായി ഫണ്ട് നൽകി. ഈ വിവരങ്ങളെല്ലാമാണ് പുറത്തു വന്നിരിക്കുന്നത്. മുമ്പും പുറത്തു വന്നതാണ്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ UK-യുടെ ഇടപെടൽ പുറത്തു വരുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തൊഴിലാളി നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം എത്തിച്ചു. കേരളത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വവും വ്യാവസായിക അസ്വസ്ഥതയും സൃഷ്ടിച്ചു. വിമോചന സമരം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ അസ്വസ്ഥത ശക്തിപ്പെട്ടു. 1959 രാഷ്ട്രപതി ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടു. CIA സഹകരണത്തിന് കോൺഗ്രസ് തുനിഞ്ഞത് കേരളത്തിലെ CPI സോവിയറ്റ് പാവയായി പ്രവർത്തിക്കും എന്ന ഭയം കൊണ്ടായിരുന്നു. 1957 ഇന്റലിജൻസ് മേധാവി BN മുള്ളിക് നെഹ്റുവിന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. CPI മന്ത്രിസഭാ അംഗങ്ങൾ സോവിയറ്റ് യൂണിയനോട് കൂടിയാലോചനയ്ക്ക് ഒരുങ്ങുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട്. കൂടിയാലോചനയ്ക്കായി മോസ്കോ സന്ദർശനത്തിന് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ ഉണ്ടാകുന്നതിൽ നെഹ്റു ഞെട്ടി. നെഹ്റു സോവിയറ്റ് അംബാസഡറെ വിളിപ്പിച്ച് കേരളത്തിൽ ഇടപെടരുത് എന്ന് മുന്നറിയിപ്പും കൊടുത്തു. ഈ ചാരപ്പണിയെ US എല്ലാ കാലവും ന്യായീകരിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകി എന്ന് US വാദിച്ചു. ന്യായമായ പ്രതിരോധ നീക്കം മാത്രമാണ് നടന്നത് എന്ന് ഇന്ത്യയിലെ അന്നത്തെ US അംബാസഡർ ന്യായീകരിക്കുകയും ചെയ്തു. ബ്രിട്ടൻ എങ്ങനെയാണ് ഇതിൽ ഇടപെട്ടത് എന്നത് നോക്കാം. ബ്രിട്ടൻ ഇടപെട്ടത് ഹൈക്കമ്മീഷണർ മാൽക്കം മക്ഡൊണാൾഡിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ്. ബ്രിട്ടീഷ് ആർക്കൈവ്സ് കമ്മ്യൂണിസം ഇൻ ഇന്ത്യ രേഖകളിൽ ഇക്കാര്യം വിശദീകരിക്കുന്നു. CIA ചാരപ്പണി നടക്കുമ്പോൾ തന്നെ ബ്രിട്ടൻ കേരളത്തിലെ സമാന്തര നീക്കവും ആരംഭിച്ചു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുമായി ചേർന്ന് പ്രവർത്തിച്ചു. MI5, MI6 എന്നിവയുമായി ചേർന്ന് 1958 തന്നെ ഇന്ത്യൻ IB സംയുക്ത നീക്കം അംഗീകരിച്ചു. നെഹ്റുവിൻ്റെ അംഗീകാരം നേടാൻ കോമൺവെൽത്ത് സെക്രട്ടറി ലോർഡ് ഹോംസ് വഴി നീങ്ങി. ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭും ധനകാര്യമന്ത്രി മൊറാർജി ദേശായിയും പദ്ധതി അംഗീകരിച്ചു. നെഹ്റു ഉത്സാഹം കാണിച്ചില്ലെങ്കിലും UK ഇന്റലിജൻസ് സഹായത്തെ തള്ളിയില്ല. ഗോവിന്ദ് വല്ലഭ് പന്ത് തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി നീക്കങ്ങൾക്ക് ഊർജ്ജം നൽകി. INTUCയിലേക്ക് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് നുഴഞ്ഞു കയറാനുള്ള അനുമതിയും കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പഠിക്കാനും പരിശീലിക്കാനും നിരവധി പേരെ ബ്രിട്ടനിലെത്തിച്ചു. ബ്രിട്ടനിലെ പരിശീലനം കഴിഞ്ഞെത്തിയവർ CPI ഭരണം അട്ടിമറിക്കാൻ അവരുടെ കഴിവ് പ്രയോഗിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തിയ പോൾ മഗ്ഗാർ ആരാണെന്ന് നോക്കാം. ലണ്ടനിലെ കിങ്സ് കോളേജിൽ ഇന്റലിജൻസ് സ്റ്റഡീസ് പ്രൊഫസറാണ് പോൾ മഗ്ഗാർ. രഹസ്യാന്വേഷണ നീക്കങ്ങൾ, ഇന്റലിജൻസ് ഇടപെടലുകൾ എന്നിവയുടെ ചരിത്രം എഴുതുന്നതിൽ പ്രമുഖനാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സനീഷ്, ഇതിപ്പോൾ 70കൾക്കൊടുവിൽ തന്നെ ഈ വിവരങ്ങളൊക്കെ ഏതാണ്ട് പുറത്തു വന്നതായിരുന്നു. പാട്രിക് മൊയ്നി ആൻഡ്
വെളിപ്പെടുത്തലോടെ 1978 തന്നെ ഏതാണ്ട് CIA ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതിപ്പോൾ UK കൂടി ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അതിൽ രസകരമായ കാര്യം, ആ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് UK ഒരു എയർക്രാഫ്റ്റ് തിരുവനന്തപുരത്ത് കേടായി കിടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ തുടങ്ങിയാണ് അത് വിശദീകരിക്കുന്നത്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് സനീഷ്? ഇതിനകത്ത് ഒരു കൗതുകം അല്ലെങ്കിൽ അത്ഭുതം എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാവുന്ന വിവരങ്ങൾ വെച്ചിട്ട്, അതായത് അമേരിക്ക ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു, CIA ഇടപെട്ടിരുന്നു എന്ന് എല്ലാ കാലത്തും അറിയാമായിരുന്നെങ്കിലും, അല്ലെങ്കിൽ ആ കാര്യം നേരത്തെ ചർച്ചയായിരുന്നെങ്കിലും, പൊതുവിൽ ഈ ഇന്ത്യയിലേതടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടന്നിരുന്ന ഒരു ബ്രിട്ടനാണല്ലോ അക്കാലത്തുണ്ടായിരുന്നത്. പക്ഷെ അവർ ഈ കാര്യത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നൊരു പുതുതായിട്ട് വരുന്നൊരു വിവരമാണ്. ഇതിനകത്ത് എൻ്റെ കൗതുകം അതല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ കൗതുകം ഈ നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു കാലത്ത് ഈ കേരളത്തിലെ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ടു എന്ന് വലിയ തമാശയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. ഓർമ്മയുണ്ടോ? അതായത് പ്രത്യേകിച്ച് മനോരമ പത്രത്തിലൊക്കെ ഇതെന്തോ ഒരു ചെറിയ കനലൊരു തരീനൊക്കെ എടുത്താൻ വേണ്ടി അമേരിക്ക പോലൊരു വലിയ എല്ലാ കാലത്തും അതൊരു തമാശയും ട്രോളും ഈ കുഞ്ചുക്കുറിപ്പും ഒക്കെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഫീലായിരുന്നു. അതായത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കും അതാ ശരിയെന്ന് തോന്നും. എന്തിനാണ് ഇവിടെയുള്ള ഈ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി അമേരിക്ക പോലൊരു വലിയ സംവിധാനം വരുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുന്നൊരു കാലത്ത് ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അമേരിക്കയിൽ തന്നെ ഈ ക്ലാസിഫൈ ചെയ്യപ്പെട്ട വിവരങ്ങളെല്ലാം വരുമ്പോൾ, ഡീക്ലാസിഫൈഡ് ഈ വിവരങ്ങളെല്ലാം വരുമ്പോൾ ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വന്നതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതലായിട്ട് ഇത്തരം വിവരങ്ങൾ വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചേർത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, യഥാർത്ഥത്തിൽ ഏറ്റവും കൗതുകകരമായ വിവരങ്ങൾ പലതും ഒരുപക്ഷെ മനോരമ അവരുടെ ആർക്കൈവിൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടുക അവിടെ നിന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപാട് പണം വരികയും മറ്റൊക്കെ ചെയ്തു, പലർക്ക് പണം വന്നിട്ടുണ്ട് എന്ന ധാരണകളൊക്കെ പുറത്ത് പൊതുവിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത്, ആ കാലത്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്ത അമേരിക്കയും സോവിയറ്റ് യൂണിയൻ രണ്ട് പക്ഷത്തായിട്ട് നിന്നിട്ട് ലോകത്തിൻ്റെ തലവൻ ആരാണ് എന്ന മത്സരം അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു. അതിൽ സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ, അവർ നേരിട്ട് സഹായിക്കുകയാണ് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വരികയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു കടൽ തീര സ്ഥലത്ത് 3.25 കോടി ജനത, അല്ലെങ്കിൽ അക്കാലത്ത് അത്രക്കോളം ജനതയുള്ള ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരികയാണ്. അത് ആരാണ്? ആ പ്രദേശത്തിൻ്റെ ആകെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അയാൾ പിൽക്കാലത്ത് ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് അഖിലേന്ത്യാ പാർട്ടിയുടെ തന്നെയും സെക്രട്ടറി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും അമേരിക്കക്ക് അവിടേക്ക് അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല അവിടെ. അപ്പോൾ എന്തായിരുന്നു? അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർമ്മയില്ലേ ഹർഷൻ, നമുക്ക് ഹോളിവുഡ് സിനിമകൾ, റോക്കി, റാംബോ, പിന്നെ ജെയിംസ് ബോണ്ട് സിനിമകൾ, ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട വില്ലൻ സോവിയറ്റ് യൂണിയനാണ്. അമേരിക്ക എന്ന് പറയുന്ന ഈ സൂപ്പർ പവറിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ആരാണ്? സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസം എന്നത് ഇവർക്ക് ഒരു ടവറിങ് ശത്രുവായിട്ട് നിൽക്കുന്ന കാലത്ത് അവരുടെ എമർജ് ചെയ്ത് വരുന്നൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ മനോരമ അക്കാലങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയ പോലെ, അല്ലെങ്കിൽ അക്കാലത്തെ മാധ്യമങ്ങൾ അക്കാലത്തെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയതുപോലെ അല്ല സംഭവം കേരളത്തിൽ അമേരിക്കക്ക് ഇടപെടാൻ മാത്രം കേരളം ശക്തിയാർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥലമായിരുന്നു അക്കാലത്ത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഇംഗ്ലണ്ടിൻ്റെയും ബ്രിട്ടൻ്റെയും പങ്കാളിത്തം സംബന്ധിച്ച് നമുക്ക് വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു അക്കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം, പ്രത്യേകിച്ച് EMS, CPM മൊത്തത്തിൽ നമ്മൾ കാണുന്ന കാലത്തൊക്കെ ആണെങ്കിൽ തോമസ് ഐസക്കൊക്കെ പുസ്തകം എഴുതുന്ന ഒരു കാര്യമല്ലാതെ ഇതൊരു പൊതുവ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ആളുകളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. എനിക്ക് തോന്നുന്നു അക്കാലത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി ഈ കാലത്ത് എന്തായാലും ഇല്ല. കേരളത്തിലുണ്ട്, പക്ഷേ പുറം സംസ്ഥാനങ്ങളിലില്ല. പക്ഷേ അക്കാലത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ ചരിത്ര സന്ദർഭങ്ങൾ അനലൈസ് ചെയ്യപ്പെടും വരും വർഷങ്ങളിൽ എന്ന ഒരു തോന്നലുണ്ടാക്കിയ സംഭവമായി എനിക്കിത്. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. ധനീഷ് നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ നമുക്കിതൊരു തമാശയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ. നമ്മൾ ചെറുപ്പത്തിൽ അന്ന് ഈ മൊയ്നിഹാൻ്റെ വെളിപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ അമേരിക്ക വന്നിട്ട് ഈ കൊച്ചു കേരളത്തിൽ വന്ന് ഇടപെടേണ്ട കാര്യം, ഇത് വെറുതെ ഗ്യാസ് അടിക്കുന്നതാണെന്നൊക്കെയാണ്. അതങ്ങനെയാണ് നിരന്തരം നമ്മളിൽ, അതായത് ഒരു പൊതുബോധം അങ്ങനെ രൂപപ്പെട്ടിരുന്നു. എനിക്കിത് ഒരു മാറ്റമൊക്കെ ഉണ്ടായത് ആ സമയത്ത് എൻ്റെ കയ്യിലൊരു പുസ്തകം, ഈ സോവിയറ്റ് യൂണിയൻ കാരണം തന്നെയാണ് നമുക്ക് ആ ചിന്തയിലൊരു മാറ്റം ഉണ്ടാകുന്നത്. സാർവദേശീയ ഭീകരപ്രവർത്തനവും CIA എന്നും പറഞ്ഞൊരു പുസ്തകം ആ കാലത്ത് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ വളരെ മുമ്പാണ്. അപ്പോൾ അതിങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എങ്ങനെയാണ് CIA വിവിധ രാജ്യങ്ങളിൽ ഇടപെടുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ, അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന പുസ്തകമാണ്. ഇവിടെ മലയാളത്തിൽ അച്ചടിച്ച് ഇവിടെ വിതരണം ചെയ്തിരുന്നത് അറിയാമല്ലോ. അങ്ങനെ കിട്ടിയ പുസ്തകമാണ്. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ സൂക്ഷ്മ തലത്തിലുള്ള ഇവരുടെ ഇടപെടലിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെയല്ല. ഇവിടെ സഭയും NSSും മനോരമയും ഒക്കെ കൂടി വിമോചന സമരം നടത്തിയെങ്കിൽ അവർ കണ്ടതുപോലെയും അല്ല, സനീഷ് നേരത്തെ പറഞ്ഞത്, അവർ കണ്ടതുപോലെയുമല്ല അമേരിക്ക ഇതിനെ കണ്ടിരുന്നത്. അതിനൊരു കാരണം 1953 ഇവർ ഇടപെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഇറാനിൽ അവിടെ ഇടപെടാനുള്ള കാരണം എന്താണ്? അത് കാരണങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നത്, എണ്ണ ദേശസാൽക്കരിച്ചു.
അവിടെ ഈ പറഞ്ഞ മുഹമ്മദ് മൊസദ് എണ്ണ ദേശസാൽക്കരിച്ചു. അപ്പോൾ അതൊരു കുഴപ്പമാണ്. അത് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആ നിലയ്ക്ക് അവിടെ ഇടപെട്ടു, അട്ടിമറിച്ചു അവിടെ. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഷാ മുഹമ്മദ് റസ പഹലവിയെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഗ്വാട്ടിമാലയിൽ 54 ഇടപെട്ടു. എന്തിനാണെന്നറിയാവോ? ജാക്കോബോ അവിടെ ഭൂപരിഷ്കരണ നയം നടപ്പാക്കി. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ ഇടപെട്ടു. ക്യൂബയിൽ ഭൂപരിഷ്കരണ നയം നടപ്പാക്കുന്നു. മറ്റൊരു തരത്തിൽ റഷ്യയുമായി, അതിൽ സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പലതരത്തിൽ ഇടപെട്ടു. നമുക്കറിയാം ഈ പറയുന്ന പോലെ ബേ ഓഫ് പിക്സ് അമേരിക്കയുടെ നീക്കമായിരുന്നു. അത് വലിയ പരാജയമായി സംഭവിച്ചു. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ നീക്കങ്ങൾ എല്ലായിടത്തും വിജയിച്ചിട്ടില്ല. വിജയിക്കാത്ത ഒരു സ്ഥലമാണ് ക്യൂബ. സാമ്പത്തികമായി അവരെ തകർത്തെങ്കിലും. മറ്റൊന്ന് ചിലിയിലാണ് 1973. എന്താണ് കാരണം? സാൽവദോർ അലൻഡയെ ഇവർ എതിർക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് ആണെന്നത് പോട്ടെ, പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അവിടെ ഭൂപരിഷ്കരണവും സാമ്പത്തിക നയങ്ങളുമാണ് അതിനെ പ്രധാനമായും അതിന് കാരണമാവുന്നത്. എന്നിട്ടാണ് അവിടെ അലൻഡയെ പോളിസികൾ നടപ്പാക്കുന്ന സ്ഥലങ്ങളാണെന്ന് കണ്ടിട്ടാണ് അതാണ്. അപ്പോൾ പിനോഷയെ അവിടെ കൊണ്ടുവരുന്നു. പിന്നെ ലോകം കണ്ടെന്താണ്? ഏറ്റവും ഭീകരനായ ഒരു ഭരണാധികാരിയായി അവിടെ 100 പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ ഇടപെട്ട സ്ഥലത്തെല്ലാം പിന്നീട് ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കും കഴിഞ്ഞ അര നൂറ്റാണ്ടിൽ വേറെയായി, അവിടെ അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടായി എന്നും പ്രശ്നം നിലനിൽക്കുകയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അഫ്ഗാനിസ്ഥാനിൽ 1979 ഇടപെടുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയാനാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമൊക്കെ തടയാൻ അവർക്ക് പറ്റി. പക്ഷേ എന്താ സംഭവിച്ചത്? അവിടെ താലിബാനെയും അൽ ഖ്വയ്ദയുടെയും മുട്ട വിരിയിച്ചെടുത്തു. ഇതാണ് അവിടെ ചെയ്തത്. അതിന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ കേരളത്തിൽ ഇടപെടുമ്പോൾ കേരളത്തിൽ എന്തെല്ലാം നടപ്പാക്കി? ഭൂപരിഷ്കരണ നയം നടപ്പാക്കി, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് ഈ സർക്കാർ. എന്താണ് ഇവർ ചെയ്യുന്നത്? അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ലോ, എന്താണ് ചെയ്യുന്നത് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഒരു തരത്തിലും യോജിക്കാനാവാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്ന് ഇവർ വിളിച്ചിരുന്നത്, അതായത് ഈ കേരളത്തെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാവോ? അതായത് ഈ ഇന്ത്യയിലെ യനാൻ പ്രവിശ്യ എന്നാണ്. ഇത് ചൈനയിലെ യനാൻ പ്രവിശ്യയാണ് കേരളം എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് അവിടെ സമരം നടക്കട്ടെ. കൺക്ലൂഷന് ശേഷം നമുക്ക് കോൺഗ്രസിന്റെ സമരത്തിലേക്ക് പോകാം. കൺക്ലൂഷന് ശേഷം പോകാം. തീർച്ചയായും. ശീതയുദ്ധം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കവെയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ലോക സാമ്രാജ്യം നേരിട്ടിടപെട്ട് ജനാധിപത്യത്തെ ചതിക്കുഴിയിൽ കുത്തിവീഴ്ത്തിയത്. അമേരിക്കൻ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്ക് കമ്മ്യൂണിസ്റ്റുകളെ ഇത്ര ഭയമായിരുന്നു എന്ന ചോദ്യത്തിന് 6.5 പതിറ്റാണ്ടിന് ശേഷമുള്ള ലോക സാഹചര്യത്തിൽ പ്രസക്തിയില്ല. എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കാൻ CIA, ബ്രിട്ടീഷ് സീക്രട്ട് ഏജൻസികൾക്കൊപ്പം ഇന്ത്യൻ സർക്കാരും കൈകോർത്തു എന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാനാവാത്തതാണ്. തീർച്ചയായും അതേക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാനുണ്ട്. സമയപരിമിതി കൊണ്ട് അതിലേക്ക്